ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ഷഹറുർ റഹ്മ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ. ബഹുമാനികളെ, ബഹ്റൈനിലെ റമദാൻ്റെ 3-ാമത്തെ ദിവസം ഏഷ്യ ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ഷഹറുർ റഹ്മയുടെ 3-ാം ദിവസം. എല്ലാവർക്കും അറിയാം, എല്ലാവരെ പോലെയും തന്നെ ഈ ഷഹറുർ റഹ്മ എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസികളെ അവർക്കറിയാവുന്ന പല കാര്യങ്ങളെയും, കാരണം ഒരു വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നോമ്പ്, അവരറിയാവുന്ന വിഷയങ്ങളെ ഓർമ്മപ്പെടുത്തലും. രണ്ടാമത്തേത്, ബാഹ്യലോകത്തിന് വാട്ട് ഈസ് ദ ആക്ച്വൽസ് ഓഫ് ഇസ്ലാം എന്നുള്ളതിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻട്രൊഡക്ടറി പേജിലാണ് ഇപ്പോഴും ഉള്ളത്. ബഹുമാനികളെ, ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോമ്പ് പടച്ചതമ്പുരാൻ മനുഷ്യ ശരീരത്തിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞ അതിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത്, മനുഷ്യ ശരീരം എന്നുള്ളത് 2 ഘടകങ്ങളുടെ ഒരു സമ്മിശ്രമാണ്. ഒന്ന് ഭൗതികമായ ശരീരവും, രണ്ടാമത്തേത് ആത്മാവും. രണ്ടിനും മതപരമായിട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ 2 മുഖ്യമായ റോളുകളാണുള്ളത്. ശരീരം ഈ ലോകത്തുള്ള ആഹാരപാനീയങ്ങളും മറ്റും കൂടുതലാവുമ്പോൾ ഒരുപാട് അതിൽ അഹങ്കാരവും ഒരുപാട് വിധമായ മോശമായ കാര്യങ്ങൾ ഈ ശരീരത്തിന് ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ട് 1 മാസക്കാലമാവുമ്പോൾ വിശ്വാസി അവൻ്റെ ആഹാരപാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്നും 1-2 ഗുണപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ശരീരം കൊണ്ടാവുന്ന ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്ന പട്ടിണിയെ മനസ്സിലാക്കുക. സാധാരണ ആളുകൾ പറയും, രോഗിയെ കാണാൻ പോകുന്ന ആളുകൾ, രോഗിക്കറിയും ഈ വന്ന ആളുകൾ എത്ര അനുഗ്രഹത്തിലാണുള്ളത്. എന്നാൽ ഈ പോയ ആളുകൾ അറിയില്ല, രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ അറിയില്ല രോഗി എന്ത് പ്രയാസത്തിലാണുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പട്ടിണിയും മറ്റും. പട്ടിണി പോലുള്ളവ മനസ്സിലാക്കി പാവപ്പെട്ടവനോട് ഒരു അനുകമ്പയുണ്ടാക്കലും, അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തെ ആത്മീയമാക്കിയെടുക്കുവാനുള്ള സഹായിക്കലുമാണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആത്മീയതയ്ക്ക് ആത്മാവിന് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ശരീരഭാഗങ്ങൾ ആത്മീയതയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവ് അതിന് ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന കളവ്, ചതി ഇതുപോലുള്ളവ ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ നോമ്പ് അതിൻ്റെ സ്ഥാനത്ത് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആത്മീയതയും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്വഭാവം എന്നുള്ളത് കൈകളും കാലുകളുമല്ല തീരുമാനിക്കുന്നത്. നമ്മളെ ഭാഷയിൽ മനസ്സെന്നോ ഹൃദയമെന്നോ അറബിയിൽ റൂഹെന്നോ ആത്മാവെന്നോ പറയുന്ന ഒരു വസ്തു, അതാണ് വിദ്യ പഠിക്കുന്ന വസ്തു. ശരീരത്തിലെ മാംസം വിദ്യ പഠിക്കല, ആത്മാവാണ് വിദ്യ. ഒരു മനുഷ്യൻ യാതി മതഭേദമന്യേ അവനിൽ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നത് ആത്മാവിൽ കൂടിയാണ്. ആ ആത്മാവിൽ റംദാനാവുമ്പോഴേക്കും ശരീരത്തെ ശൈത്താനിയത്തെന്ന് പറഞ്ഞ പൈശാചികമാക്കുന്ന ആഹാരങ്ങളെ കുറച്ചുകൊണ്ട് ഈ ദൈവത്തെ ഓർക്കുന്ന ആത്മീയത എന്ന് പറയുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന കളവ്, ചതി ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ
പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് റംളാൻ എന്ന് പറയുന്ന ഒരു മാസത്തെ ഈ കാലഘട്ടം. അപ്പോൾ റംളാൻ എങ്ങനെ അതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളെ ആഹാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നിൻ്റെ ആത്മാവിനെ നീ ഒരു നല്ല മനുഷ്യനായി മാറാൻ സൽഗുണങ്ങൾ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റമദാൻ്റെ ഉദ്ദേശം. അതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഏഷ്യ ബഹ്റൈനിൽ കേൾക്കുവാൻ അള്ളാഹു തൗഫീക്കിനെ തരുമാറാകട്ടെ. ഏഷ്യ ബഹ്റൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റംളാൻ്റെ ആശംസകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.